മലയാളികളുടെ പ്രിയങ്കരിയായ നടി മേനകയുടെ മകളായ സിനിമയിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാണ് കീർത്തി സുരേഷ്. കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം ഷൂട്ടിംഗ് സെറ്റുകളിൽ പോകുമ്പോൾ ആളുകൾ അമ്മയോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഓട്ടോഗ്രാഫിനായുള്ള തിടുക്കവും ഒക്കെ കൗതുകത്തോടെ നോക്കി നിന്നൊരു ബാല്യമായിരുന്നു കീർത്തിയുടേത്. അമ്മയെപ്പോലൊരു വലിയ അഭിനേത്രിയാകണമെന്ന ആഗ്രഹത്തോടെ ബാലതാരമായി സിനിമയിലെത്തിയ കീർത്തി പിന്നീട് തെന്നിന്ത്യൻ സിനിമാ ലോകം ഭരിക്കുന്ന മുൻനിര നായികമാരിൽ ഒരാളായി മാറുമെന്ന് അന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. മലയാള ചിത്രമായ ഗീതാഞ്ജലിയിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച കീർത്തി വളരെ പെട്ടെന്നാണ് തമിഴ്, തെലുങ്ക് ചലച്ചിത്ര വ്യവസായങ്ങളുടെ പ്രിയങ്കരിയായി മാറിയത്. ഇതിഹാസ നടി സാവിത്രിയുടെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിച്ച മഹാനടി എന്ന ചിത്രത്തിലെ അവിസ്മരണീയമായ പ്രകടനത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തിയെ തേടിയെത്തി. ഇന്ന് ഭാഷാഭേദമന്യേ ബോളിവുഡിലെ വരെ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഈ താരം. തന്റെ കരിയറിലെയും വ്യക്തിജീവിതത്തിലെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി പങ്കുവയ്ക്കാറുള്ള കീർത്തി ഇപ്പോഴിതാ തന്റെ ഇതുവരെ പുറത്തു പറയാത്ത ഫിറ്റ്നസ് യാത്രയെക്കുറിച്ചും അതിനിടയിൽ നേരിടേണ്ടി വന്ന കടുത്ത മാനസിക ശാരീരിക വെല്ലുവിളികളെക്കുറിച്ചും തുറന്നെഴുതിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച ഈ കുറിപ്പ് സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. 2013 നായികയായി തന്റെ കരിയർ ആരംഭിക്കുന്ന സമയത്ത് ഫിറ്റ്നസ്, ഡയറ്റ് എന്നിവയെക്കുറിച്ചൊന്നും തനിക്ക് കൃത്യമായ ധാരണകളില്ലായിരുന്നുവെന്ന് കീർത്തി തുറന്നു പറയുന്നു. സിനിമയിലെത്തിയ ഭൂരിഭാഗം നടിമാരെയും പോലെ ശരീരഭാരം കുറയ്ക്കാനും ഫിറ്റ്നസിനുമായി തനിക്കും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് പോലെ ജിം വർക്കൗട്ടുകൾ തന്റെ ശരീരത്തിന് ചേർന്നതല്ല എന്നതായിരുന്നു കീർത്തിയും തുടക്കത്തിൽ കരുതിയിരുന്നത്. തന്റെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യങ്ങളെയാണ് താൻ അക്കാലത്ത് അവഗണിച്ചതെന്ന് കീർത്തി വ്യക്തമാക്കുന്നു. അഭിനയത്തിന്റെ തിരക്കുകൾക്കിടയിലും സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എല്ലാം ഒരു അവ്യക്തത നിറഞ്ഞ കാലഘട്ടമായിരുന്നു അതെന്നും താരം ഓർക്കുന്നു. കീർത്തി സുരേഷ് എന്ന നടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു മഹാനടി എന്ന സിനിമ. സാവിത്രി എന്ന നായികയുടെ വിവിധ പ്രായത്തിലുള്ള ലുക്കുകൾക്കായി കീർത്തിക്ക് ശരീരഭാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിരുന്നു. 2018 ഈ സിനിമ പുറത്തിറങ്ങി വൻ വിജയമായതിനു ശേഷമാണ് തന്റെ ശരീരത്തെക്കുറിച്ച് മാറി ചിന്തിക്കാൻ കീർത്തി തയ്യാറായത്. മഹാനടിക്ക് ശേഷമാണ് എന്തുകൊണ്ട് എനിക്ക് ഇന്ന് കഠിനമായി ശ്രമിച്ചുകൂടാ എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്നത്. അതെന്റെ ജീവിതശൈലിയെ തന്നെ മാറ്റിമറിച്ച തീരുമാനമായിരുന്നു. ശരീരഭാരം കുറയ്ക്കാൻ തീരുമാനിച്ച കീർത്തി തിരഞ്ഞെടുത്തത് വളരെ കർശനമായ ഡയറ്റ് പ്ലാൻ ആയിരുന്നു. ഹൈ പ്രോട്ടീൻ, ലോ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണ രീതിയാണ് താൻ പിന്തുടർന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഈ ഭക്ഷണ രീതിയിലൂടെ വെറും 9 മാസം കൊണ്ട് 10 കിലോയോളം ശരീരഭാരമാണ് കീർത്തി കുറച്ചത്. ഈ മാറ്റം അവരുടെ രൂപത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ശരീരഭാരം കുറച്ച് അതീവ സുന്ദരിയായി കീർത്തി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഗോസിപ്പുകളുമാണ് താരത്തിന് നേരിടേണ്ടി വന്നത്. കീർത്തി പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ഭാരം കുറച്ചതെന്നും മുഖത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടുവെന്നും തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. ഈ ഗോസിപ്പുകൾ കേട്ടപ്പോൾ തുടക്കത്തിൽ തനിക്കൊരു തരം അഭിമാനം തോന്നിയെന്ന് കീർത്തി പറയുന്നു. കാരണം കഠിനമായ വർക്കൗട്ടിലൂടെ താൻ നേടിയെടുത്ത മാറ്റം ആളുകളെ അത്രമാത്രം അത്ഭുതപ്പെടുത്തിയെന്ന് താരം കരുതി. എന്നാൽ പിന്നീട് മുഖത്തിന്റെ സ്വാഭാവിക ഭംഗി നഷ്ടപ്പെട്ടുവെന്നും കത്തിവെച്ചാണ് ഈ രൂപം ഉണ്ടാക്കിയതെന്നും ആളുകൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മനസ്സിൽ വലിയൊരു വേദന തോന്നി. തന്റെ മാസങ്ങളോളമുള്ള കഠിനാധ്വാനത്തെയും കണ്ണീരിനെയും വെറും ഒരു ശസ്ത്രക്രിയയാക്കി ആളുകൾ ലഘൂവൽക്കരിച്ചതായിരുന്നു ആ വേദനയ്ക്ക് കാരണം. തുടർച്ചയായി വിമർശകർക്കിടയിൽ 2020 കീർത്തി യോഗയിലേക്ക് തിരിഞ്ഞു. ഈ മാറ്റം ശരീരത്തിന് മാത്രമല്ല അവരുടെ മനസ്സിനും വലിയൊരു ശാന്തതയും ആത്മവിശ്വാസവും നൽകി. തന്നെ സ്നേഹിക്കാനും പരിചരിക്കാനുമുള്ള ഒരു മികച്ച മാർഗമായി യോഗ മാറി. കാലക്രമേണ ജിമ്മിനോടുള്ള തന്റെ പഴയ മനോഭാവം തെറ്റായിരുന്നുവെന്ന് കീർത്തി തിരിച്ചറിഞ്ഞു. ജിം വർക്കൗട്ടുകൾ ഫലപ്രദമായിരുന്നു, എന്നാൽ താൻ അത് ശരിയായ രീതിയിലല്ല മുൻപ് ചെയ്തിരുന്നെന്ന സത്യം താരം മനസ്സിലാക്കി. ഇന്ന് ജിം വർക്കൗട്ടുകൾ കീർത്തിയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. നിലവിൽ വിപരീത സ്വഭാവമുള്ള വിവിധ ഫിറ്റ്നസ് രീതികളെ സമന്വയിപ്പിച്ചാണ് താരം മുന്നോട്ട് പോകുന്നത്. തന്റെ ജീവിതത്തിൽ ഇതുവരെ തോന്നിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ശരീരാവസ്ഥയിലാണ് താൻ ഇപ്പോഴെന്നും സ്വന്തം ശരീരത്തിന് നൽകുന്ന സ്നേഹവും പരിചരണവും ഇവിടെ നിന്ന് മുന്നോട്ട് മാത്രമേ പോവുകയുള്ളൂവെന്നും കീർത്തി ഉറപ്പിച്ചു പറയുന്നു. താൻ മെലിഞ്ഞ് സുന്ദരിയായപ്പോഴും ആളുകൾ തന്റെ പഴയ തടിച്ച രൂപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും കീർത്തി ആശ്ചര്യത്തോടെ പറയുന്നു. താനൊരു തടിച്ച കുട്ടിയായിരുന്നപ്പോൾ ആളുകൾ തന്നെ എങ്ങനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നതിനെക്കുറിച്ച് പലരും ഇപ്പോൾ വന്ന് അഭിപ്രായം പറയാറുണ്ട്. ഇതിലൂടെ സമൂഹത്തിന്റെ ഇരട്ടത്താപ്പിനെയാണ് കീർത്തി വിമർശിക്കുന്നത്. ആളുകളെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ അതിന് ഒരിക്കലും അവസാനം ഉണ്ടാകില്ലെന്നും ഈ അനുഭവം തന്നെ പഠിപ്പിച്ചതായി കീർത്തി വ്യക്തമാക്കുന്നു. ഒരു കാലത്ത് തന്റെ താല്പര്യങ്ങളുടെ ലിസ്റ്റിൽ പോലും ഇല്ലാതിരുന്ന ഫിറ്റ്നസ് ഇന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത കാര്യമായി മാറിയതിൽ തനിക്ക് വലിയ അഭിമാനമുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. തന്റെ വിജയങ്ങളെക്കുറിച്ച് മാത്രമല്ല അടുത്തിടെ തനിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ വലിയൊരു തിരിച്ചടിയെക്കുറിച്ചും കീർത്തി തന്റെ പോസ്റ്റിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി താൻ സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും സജീവമല്ലായിരുന്നു. താൻ കടന്നുപോയ കഠിനമായ മാനസികാവസ്ഥ കൊണ്ടായിരുന്നു ആ വിട്ടുനിൽക്കൽ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തളർച്ച തോന്നിയാൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ താൽക്കാലികമായി എല്ലാം നിർത്തിവെക്കേണ്ടി വന്നാൽ അത് താൻ ചെയ്യും. ശരീരം ആവശ്യപ്പെടുന്ന വിശ്രമം നൽകും. പക്ഷെ ഒരിക്കലും ലക്ഷ്യങ്ങളെ ഉപേക്ഷിച്ച് താൻ പിന്മാറില്ല
ചെയ്യാറില്ല എന്നും താരം വ്യക്തമാക്കുന്നു. ഗ്ലാമർ ലോകത്തിന്റെ തിളക്കങ്ങൾക്കിടയിലും നടിമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെയും ശരീരത്തെക്കുറിച്ചുള്ള അപകർഷതാ ബോധത്തിന്റെയും നേർക്കാഴ്ചയാണ് കീർത്തി സുരേഷിന്റെ ഈ തുറന്നു പറച്ചിൽ. ശരീരഭംഗി എന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ട ഒന്നല്ലെന്നും അത് സ്വന്തം ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും വേണ്ടി ഉള്ളതാണെന്നും കീർത്തി തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുന്നു. വിമർശനങ്ങൾക്കും പ്ലാസ്റ്റിക് സർജറി ഗോസിപ്പുകൾക്കും മുന്നിൽ തളരാതെ യോഗയും കൃത്യമായ വർക്കൗട്ടുകളും വഴി തന്റെ ശരീരത്തെ വീണ്ടെടുത്ത കീർത്തിയുടെ ഈ ഫിറ്റ്നസ് യാത്ര വെറും ഒരു നടിയുടെ കഥയല്ല, മറിച്ച് ശരീരഭാരത്തിന്റെ പേരിലും രൂപത്തിന്റെ പേരിലും എന്നും സമൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ബോഡി ഷേമിംഗ് നേരിടുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വലിയൊരു പ്രചോദനമാണ്. താൽക്കാലികമായി വീണുപോയാലും ശക്തമായി തിരിച്ചു വരാൻ സാധിക്കുമെന്ന കീർത്തിയുടെ മനസ്സാന്നിധ്യം ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒന്നാണ്.